പെരുമ്പാവൂർ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിലെ 90-ാം നമ്പർ ബൂത്ത് വളരെ പ്രത്യേകതയുള്ളതാണ്. പിങ്ക് പോളിംഗ് ബൂത്ത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കവാടവും പിങ്ക് കളറിൽ ബലൂണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരെല്ലാം തന്നെ വനിതകളാണ്. വനിതകൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ വനിതകളാണ് ഈ ഒരു ബൂത്ത് നിയന്ത്രിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പെരുമ്പാവൂർ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിലെ 90-ാം നമ്പർ ബൂത്താണ് പിങ്ക് പോളിംഗ് ബൂത്തായി പ്രവർത്തിക്കുന്നത്. വനിതകളായ ജീവനക്കാരാണ് ഈ ബൂത്ത് നിയന്ത്രിക്കുന്നത് എന്നതാണ് പ്രത്യേകത. പിങ്ക് കളറിൽ കവാടവും ബലൂണുമെല്ലാം വെച്ച് അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. വോട്ട് ചെയ്യുവാൻ എത്തുന്നവർക്ക് ഇതൊരു കൗതുക കാഴ്ച കൂടിയാണെന്ന് കൗൺസിലർ KB നൌഷാദ് പറഞ്ഞു. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ 25 ബൂത്തുകളാണ് ഉള്ളത്. അതിൽ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിലെ 90-ാം ബൂത്ത് ഷീ ബൂത്ത് എന്ന രീതിയിൽ പ്രത്യേക ബൂത്തായിട്ട് സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള ജീവനക്കാരെല്ലാവരും, അതുപോലെ സെക്യൂരിറ്റിക്ക് നിൽക്കുന്ന NCC വാളണ്ടിയർമാരെല്ലാവരും, അതുപോലെ BLOയും വനിതകളാണ്. ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും വനിതകളെ അവിടെ ഞങ്ങളുടെ ഏജൻറ്റായിട്ട് നിർത്താം. അത് ഞങ്ങൾ ഇന്നലെയാണ് അറിഞ്ഞത്. എന്തായാലും പെരുമ്പാവൂർ 90-ാം ബൂത്ത് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി 5 വാർഡുകൾ ഉൾപ്പെടുന്ന വോട്ടർമാരുള്ളൊരു വാർഡാണ്. ഈ പ്രാവശ്യം നല്ല കടുത്ത മത്സരമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിന് വ്യത്യസ്തമായിട്ട് ആളുകളെല്ലാം നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ വരികയും ഏതാണ്ട് പോളിംഗ് ശതമാനം പകുതിയുടെ അടുത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വ്യത്യസ്തമായ ഈ ബൂത്ത് എല്ലാവർക്കും ഒരു കൗതുകമാണ്. എല്ലാ പ്രത്യേക സജ്ജീകരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്ര ശതമാനമായി പോളിംഗ്? ഇപ്പോൾ 907 വോട്ടർമാരാണ് നമ്മുടെ ഈ ബൂത്തിലുള്ളത്. അതുകൊണ്ട് 410ഓളം ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ 90-ാം നമ്പർ ബൂത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾ, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ, ജീവനക്കാർ, ഇവരെല്ലാം തന്നെ വനിതകളാണ്. ഈ വനിതാ ബൂത്ത് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, പിങ്ക് പോളിംഗ് ബൂത്ത് എന്ന പേരിൽ. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.